കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈ പാഷൻ നെറേറ്റീവ്സ് ഇല്ലേ, പീഡാനുഭവ പ്രവചനങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഈശോ വധിക്കപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ അവർ ഷോക്കായി. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർക്ക് അത്ര ബോധമല്ല. പക്ഷെ അത് നിഗൂഢമായിട്ട് അവിടെ ഇരിക്കുക. അതുകൊണ്ട് അവർക്ക് ബോധമല്ലെങ്കിലും അവരെ ലളിതമാക്കി ഈശോ അത് കൊടുക്കണില്ല. ആ വചനം കഠിനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതാണ് ലൂക്ക 45 അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ പീഡാനുഭവ പ്രവചനം മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. ആ നിഗൂഢ വചനമാണത്. ഇപ്പൊ നിഗൂഢ വചനങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പൊ നിഗൂഢ വചനങ്ങള് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വചനങ്ങൾ ഈ ഒക്കൾട്ടായിട്ട് മാറണത്. ഈ ഒക്കൾട്ടായിട്ട് വരുന്ന ഗൂഢവചനങ്ങളെയാണ് ശരിക്കും താബോർ ആ മുദ്രവെച്ച വചനത്തിൻ്റെ സീല് പൊട്ടിക്കണത്. അതാണ് മോശയെ കാണിക്കുന്നുണ്ട്, താബോറിൽ ഏലിയയെ കാണിക്കുന്നുണ്ട്. ഉയർപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഏലിയ 700 കൊല്ലം മുമ്പും മോശ 1200 കൊല്ലം മുമ്പും എടുക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. ഈ കാഴ്ച പറയണത് പിന്നെ താഴേക്ക് വരുമ്പോൾ പറയും, ഇതുപോലെ ഞാനും ഉയർക്കും. പറഞ്ഞു, ഇതുപോലെ ഞാനും ഉയർക്കും, പക്ഷെ ഞാൻ ഉയർക്കണവരെ കണ്ട കാഴ്ച ആരും പറയരുത്. ഇത് മനോഹരമാണെന്ന ബൈബിള്. മർക്കോസ് 9:9 അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. ഇപ്പം ഇവിടെ മനസ്സിൽ സംശയം ഉണ്ടായില്ല ഉയർത്തെഴുന്നേൽപ്പ് എന്താണ്. പക്ഷെ അത് നിഗൂഢവചനമല്ലേ. ഇത് ശരിക്കും ഗൂഢമായിട്ട് തന്നെ പോവുകയാണ്. കാര്യം മരിച്ചവൻ ഉയർക്കുക എന്താണെന്ന് ഈ മോസസിനെ കണ്ടിട്ടും ഏലിയാവിനെ കണ്ടിട്ടും ഈ കക്ഷികൾക്ക് മനസ്സിലായില്ല. അതാണ് താബോറിൽ ഇറങ്ങി വരുമ്പോൾ ഈ കാഴ്ച, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നവരെ ആരോടും പറയരുതെന്ന് ഈശോ പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ വചനം ഗൂഢമായിട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അവരുടെ സംശയത്തിന് വരണത്. എന്താണ് അവർ പറയണത്? 9:10 താബോറിൽ നിന്ന് ഇറങ്ങി കർത്താവ് പറഞ്ഞു, ഈ കാഴ്ച നിങ്ങൾ മാത്രം കണ്ടതാണ്, ഇത് ആരോടും പറയരുത്, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നവരെ എന്ന് പറഞ്ഞപ്പോൾ ഈ മോസസിനെ ഏലിയാവിനെ അവരെ കണ്ടില്ലേ ഉയർത്തെഴുന്നേറ്റ ആൾക്കാരാ. എന്നിട്ട് പോലും മനസ്സിലായില്ല. കാര്യം എന്താണ്? അത് നിഗൂഢ വചനമാണ്. അതാണ് പറയണത്. 9:45 പറയണില്ലേ, ആ വചനം ഗൂഢമായിരുന്നു എന്ന്. ഇപ്പം എന്താ പറയണത്? 9:10 എന്താ പറയണത്? മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. ഇതാണ് വിഷയം.
ഇത് ഈശോയുടെ മനസ്സിനെ വളരെ തളർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മാനസിക അന്തരീക്ഷം വളരെ വല്ലാത്തതാണ്. ഈ 3 പേരെയും, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കർത്താവിന് ഉയർത്തുന്നതിന് പകരം അതിൻ്റെ ഡമ്മി ആയിട്ട് ഡെമോ കാണിച്ചു. ആര്? ഏലിയാവിനെയും കാണിച്ചു. ഉയർത്തുന്നത് ഏലിയാവിനെയും മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ഉയർത്തി നിൽക്കും, പക്ഷെ ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ ഈ കണ്ട കാഴ്ച പറയരുത്. അപ്പോഴും ഈ ഇവരെന്താ പറയണത്? ഉയർത്തി നിൽക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചത്. ഇതല്ല ഉയർത്തി നിൽപ്പെന്ന് പറയണത്. അത് മനസ്സിലാക്കാൻ അത് മറയപ്പെടുകയാണ് ഇവർക്ക്. അത് അവരുടെ പരാധീനത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ കാണിച്ചത്? താഴെ വരുമ്പോൾ ഈ അപസ്മാര രോഗി, അതിന് വേറെ ഒരു പരാജയവും തോൽവി നിൽപ്പുണ്ട്. അപസ്മാര രോഗിനെ ചികിത്സിച്ചും പ്രാർത്ഥിച്ചും പരാജയപ്പെട്ട് നിൽക്കുന്ന 9 ശിഷ്യന്മാർ വേറെ. ഏലിയാവിനെയും മോസസിനെയും കണ്ടിട്ടും ഉയർത്തുന്നപ്പോൾ എന്താണെന്ന് മനസ്സിലാകാത്ത 3 ശിഷ്യന്മാർ തൻ്റെ കൂട്ടത്തിൽ. ഈ 12 പേരും കൂടിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാര്യം തന്നെ ഈ 2 കക്ഷികൾക്കുള്ള പ്രശ്നം എന്താണ്? ഇവരാരും വിശ്വസിക്കണില്ല. അതാണ് ഈശോ ചോദിക്കുന്നത്. ആ അപസ്മാര രോഗി അപ്പം വന്ന് പറയരുത്, നിനക്ക് വല്ലതും സാധിക്കുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തി ഞങ്ങളെ സഹായിക്കാൻ പറയും. അപ്പോൾ കർത്താവ് നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുക, എത്ര കാലം ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും? മത്തായി 17:17 യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വിശ്വാസമില്ലാത്ത ഈ 9 പേര് മാത്രമല്ലേ? താബോറിൽ നിന്നിറങ്ങിയ ആ കക്ഷികൾക്കും വിശ്വാസക്കുറവുണ്ട്. എന്താണ്? ഇതുപോലെ മോസസിനെയും ഏലിയാവിനെയും പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോഴും, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് ഈ ദൃശ്യം പറയാമെന്ന് പറഞ്ഞപ്പോഴും അവരപ്പോഴും ചിന്തിക്കുകയാണ്, എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? അത് വിശ്വാസത്തിലാൽ മനസ്സിലാക്കേണ്ട കാര്യമാണെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പം ഈശോ ഈ തോറ്റ 12 പേരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പറയും, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ. വഴി പിഴച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ ദൈവികമായി മനസ്സിലാക്കേണ്ട ഒരു വഴിയില്ലേ, അതിന് ഒരു അപഭ്രംശം വന്നിട്ടുണ്ട്. ഇവര് യേശുവിനെ ഭൗതികമായിട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. പൊളിറ്റിക്കൽ മിസ്സിഹായിട്ടാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തു റോമ സാമ്രാജ്യത്തിനെ തച്ചുടച്ചിട്ട് അവിടെ രാജാവാകുമ്പോൾ തങ്ങൾക്കും രാജാവാകാൻ മന്ത്രിയാകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സ്കൂളിലെ നമ്മുടെ സബി പുത്രന്മാരുടെ അമ്മയുണ്ടാക്കിയ നടത്തുന്ന ഒരു സ്കൂള്, അവരാണല്ലേ ഈ വിധത്തിൽ മുഴുവനും പ്രശ്നം ഉണ്ടാക്കി. ആ സ്കൂളിൽ തന്നെയാണ് ഈ അണ്ണന്മാർ ഇപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ചങ്കയിൽ കൊള്ളും. അതാണ് എന്നെ അത് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. കർത്താവ് ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കും, എത്ര കാലം ഞാനിനി. യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ. അത് വഴക്കിടറാണ്. കാര്യം താൻ പരാജയപ്പെടുകയാണ് ഇവരെ ഈ വിഷയം മനസ്സിലാക്കുന്നത്. തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരു ഡെത്ത് പാഷൻ കോൺഷ്യസ്, ഡെത്ത് കോൺഷ്യസ് ആണത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു സംഘർഷം, ആന്തരിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഈ ഡെത്ത് കോൺഷ്യസ് ആണ്. അവൻ ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവമായത് കാരണം ഡെത്ത് കോൺഷ്യസ് പച്ചക്ക് മനസ്സിലാകും. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലല്ല, പക്ഷേ ഈശോയുടെ മരണത്തെക്കുറിച്ച് ഈശോയ്ക്ക് പച്ച സിനിമയിൽ കാണുന്ന പോലെ എല്ലാം കാണാൻ പറ്റും, ദൈവമായതുകൊണ്ട്. അതുകൊണ്ട് താബോറിൽ നിന്ന് മുകളിൽ നിന്ന് ഗെറ്റടിയാൻ കിട്ടിയത്, തയ്യാറായിരിക്കുക, സമയമായി. ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ചോദിക്കണത്, എത്ര കാലം? ഇനി ഒരു 3 മാസം മറ്റേ ഉണ്ടാകത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ 1 കൊല്ലം. അത് വല്ലാത്ത ഒരു സങ്കടമാണ്. ഈശോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സങ്കടം ഫീൽ ചെയ്യും. എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? അവനെ കൊണ്ടുവന്ന് സുഖപ്പെടുത്തി, അത് അങ്ങനെ സുഖപ്പെടുത്തിയതുകൊണ്ട് വിഷയം തീരണമല്ല ഇത്. ഇവർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിൽ തീരുന്നതാണ് ഈ വിഷയം. അങ്ങനെ തിരിച്ചറിയാൻ ഇനി എത്ര കാലം? ദൈവവേദന നോൻപ് തീരാൻ പോകുമ്പോഴും ഈ കാലത്തെ തിരിച്ചറിയാതെ നമ്മൾ അനുഷ്ഠാനം നടത്തി യാന്ത്രികമായി എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്നും പറഞ്ഞ് ആ പഴയ മനുഷ്യൻ തന്നെയായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴേ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അപ്പോസ്തലന്മാരുടെ ഒപ്പമാണ്. ഈ നോൻപിനെങ്കിലും കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ദൈവനാമത്തിന് സ്തുതി. എൻ്റെ പേര് ജിനു. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. എനിക്കിപ്പോൾ 30 വയസ്സാണ്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം, ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാനൊരു ഒന്നര മാസത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ
പെട്ടെന്ന് കുറച്ച് നാളായിട്ട് 1-2 ആഴ്ചയായിട്ട് ഭയങ്കര ആങ്കിൾ പെയിനും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളിക്കാനൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ഒന്നും പറ്റുന്നില്ല, എനിക്കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഈ മുറിക്കട ഇങ്ങനെ ഒരു പതുക്കെ അങ്ങ് നടക്കാൻ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വലിഞ്ഞ് നടന്നാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ആ അവസ്ഥയായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ക്രിയാറ്റിൻ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു. ക്രിയാറ്റിൻ, അതുപോലെ കൊളസ്ട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടുതലായിരുന്നു. അപ്പോൾ ഇത്തിരി തടി ഉണ്ടായിരുന്നു, ഒരു 19 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ ക്രിയാറ്റിൻ അങ്ങനെ കൂടുതലാവാൻ പാടില്ല. അത്രയും ക്രിയാറ്റിൻ 143-150 അറൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രായത്തിൽ ഇനി അസുഖമുള്ളവരാണെങ്കിലും ഇതിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് അത്രയും വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ യൂഷ്വലി അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കിഡ്നിയും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം, ലിവറിനെ എല്ലാം അഫക്റ്റ് ചെയ്യുമെന്നാണ് അന്ന് എനിക്ക് ഡോക്ടർ തന്ന സജഷൻ. അപ്പോൾ എന്നോട് നോർമൽ റിസ്വാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് തന്ന് കുറച്ച് 1-2 വീക്ക് നോക്കാൻ പറഞ്ഞു. അതിനുശേഷം അങ്ങനെ വീണ്ടും നമ്മൾ 1-2 ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവരെല്ലാം സജസ്റ്റ് ചെയ്ത് കുറച്ച് അൾട്രാസൗണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ കാരണം എന്താണ് ഇഷ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കും അത് അവരൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്താലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റഡീസ് തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് പോകാമെന്ന് കരുതി ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയത് അടുത്ത ദിവസം. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ ഇന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വന്നതിന് ശേഷം, നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 3 വീക്സായി ഞാൻ മാതാവിൻ്റെ തേനും ഉപ്പും എണ്ണയും മുടങ്ങാതെ എല്ലാ ദിവസവും കഴിക്കുകയും പുരട്ടുകയും ചെയ്യുമായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയി എന്ന് പറയട്ടെ, ക്രിയാറ്റിൻ ഇവിടെ വന്ന് നോർമലാണത്, പക്കാ നോർമലാണ്. അതിനകത്ത് ഇനി ക്രിയാറ്റിനിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. എനിക്ക് ആകെപ്പാടെ ഒരു ചെറിയ വേരിയേഷൻ ഉള്ളത് ഇപ്പോൾ തൈറോയിഡിൽ മാത്രമാണ്. ബാക്കി കൊളസ്ട്രോൾ നോർമലാണ്, ക്രിയാറ്റിൻ നോർമലാണ്, എല്ലാം നോർമലാണ്. അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ ഒരു 2 കൊല്ലമായി ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒത്തിരി പള്ളിയിൽ പോകുമായിരുന്നു, അങ്ങനെ ഒത്തിരി ഇങ്ങനെ കൊന്ത ചൊല്ലുന്നു അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും, ആ ഒരു ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ഞാനിത് പോകാനായിട്ടുണ്ടായത് നമ്മുടെ സിസ്റ്ററിൻ്റെ കൊച്ചു നാട്ടിലായിരുന്നു. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. കുഞ്ഞ് കോവിഡ് ആയതുകൊണ്ട് അന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് അന്ന് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു എക്സെപ്ഷൻ കേസ് ഇട്ടിട്ട് ഇവിടുന്ന് ഞാനും കൊച്ചും കൂടെ പോയത്. 2 വയസ്സായ കൊച്ചി, എനിക്കിതുവരെ കൊച്ചിനെ നോക്കി പരിചയമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് 2 വയസ്സായ കൊച്ചിനെയും കൊണ്ടാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും നന്നായിട്ട് പേടിച്ച് വളരെ പ്രഷറിലായിരുന്നു. കാരണം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ നിന്നിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ലായിരുന്നു കുറേ നാളായിട്ട്. വിസയ്ക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ പതുക്കെ എന്നോട് ചേച്ചി പറഞ്ഞു, നീ കൊന്ത ചൊല്ലി നോക്ക്, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും ജീവിതത്തിൽ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, ഞാനും വളരെ ഡിപ്രഷൻ പോലെ ഒരു സ്റ്റേജായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ കൊന്ത ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യം ഒരു കൊന്തയൊക്കെ ആയിരുന്നു, പിന്നെ അതൊരു ദിവസം 4 കൊന്ത, മുഴുവൻ കൊന്ത എന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. ഞാൻ അതിനെപ്പറ്റി അന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം 4 കൊന്ത വരെ ചൊല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഈ കൊച്ചിനെ കൊണ്ട് പോകാനുള്ളത്. നോർമലി അങ്ങനെ ആർക്കും കിട്ടില്ല, എക്സെപ്ഷൻ അവർക്ക് അങ്ങനെ കൊടുക്കില്ല. ഓസ്ട്രേലിയയിൽ ഇത്തിരി ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, ഓസ്ട്രേലിയയിൽ ഇത്തിരി സ്ട്രിക്റ്റാണ്. അവരങ്ങനെ നോർമലി എക്സെപ്ഷൻ കൊടുക്കില്ല, പ്രത്യേകിച്ച് ഈ ടീനേജിലുള്ള ഒരു യുവാവിന് അങ്ങനെ കൊടുക്കില്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ കൊന്ത ചൊല്ലിയതിൻ്റെ ഗുണം ഒരു പക്ഷേ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എക്സെപ്ഷൻ കിട്ടി, എനിക്കും കൊച്ചിനും കൂടെ പോകാൻ പറ്റി. ഞാനിവിടുന്ന് കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ മമ്മി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം ഞാനന്ന് ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം മമ്മി ഒരു തൈലം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു കുറച്ച് തൈലം ഞാൻ വേറൊരു ചെറിയൊരു ടിന്നിലാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ കൊച്ചിനെ കൊണ്ട് പോവും, എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊന്നും അറിയത്തില്ല. കാരണം 2 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്. അപ്പോൾ ഇവിടെയുള്ളവരും പപ്പയും മമ്മി ആയാലും നല്ല ടെൻഷനായിരുന്നു. അതുപോലെ എൻ്റെ ബ്രദർ ഇൻ ലോ ആയാലും അവരുടെ വീട്ടിലും ടെൻഷൻ. ചേച്ചിക്ക് അവിടെ ഇരുന്നിട്ട് മനസ്സമാധാനമില്ല. പക്ഷേ ഞാൻ പറയാം, ഞാൻ എന്നും രാവിലെ അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് രാവിലെ അവളെ കുളിപ്പിച്ചിട്ട് ആ തൈലം പുരട്ടുമായിരുന്നു.
അവൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ ക്ലൈമറ്റ് മാറും, അതുപോലെ ഈ ടൈം ചേഞ്ച് മാറും. അപ്പോൾ എല്ലാം ഈ കുഞ്ഞു കൊച്ചാണല്ലോ, അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. പനിയുടെ ആയാലും ജലദോഷത്തിൻ്റെ ആയാലും. ഞാൻ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കറിയില്ല, ഞാൻ എൻ്റെ കൊന്ത മുറുക്കെ പിടിച്ചതും ആ തൈലത്തിൻ്റെ ബലത്തിൻ്റെ മാത്രമാണ്. ആ ഒരു ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഓരോ ദിവസവും ഓരോ സ്ട്രഗിളാണ്. ഓൾമോസ്റ്റ് 20 ദിവസം ഞങ്ങൾ ആദ്യം ഡൽഹിയിൽ ക്വാറൻറ്റൈൻ ഇരുന്നു, അത് കഴിഞ്ഞ് ഡാർവിനിൽ ചെന്ന് ക്വാറൻറ്റൈൻ ഇരുന്നു, അത് കഴിഞ്ഞ് ഡാർവിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം ആ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ബാക്കി എല്ലാവർക്കും ഒന്ന് വീട്ടിൽ പോകാൻ പറ്റി, എനിക്കും കൊച്ചിനും മാത്രം ഒന്ന് പോകാൻ പറ്റിയില്ല. അന്നും ഞാൻ എൻ്റെ കൊന്തയുടെ ബലത്തിലാണ് ഞാൻ അന്നോട് ഉറച്ചത്. കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത്, ഞാൻ ഈ നാട് വിട്ടെങ്കിലും പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചെന്നത്. ഞാൻ പോകുമ്പോൾ എന്നും ഇപ്പോഴായാലും കേട്ടോ എൻ്റെ ഈ കൊന്തയും മാതാവിൻ്റെ കാശ് രൂപം ഉണ്ട് എൻ്റെ പോക്കറ്റിൽ ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, ആ കൊച്ചു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അന്നും എനിക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല കേട്ടോ. ഈ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ നിന്നത്, ഒരു ടെൻഷനും തോന്നിയില്ല. അന്ന് ആ ഫ്ലൈറ്റിൽ ബാക്കി ആ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാം ഒന്ന് വീട്ടിൽ പോയി, ഞാനും കൊച്ചും മാത്രം അവിടെ. ഞാൻ ആ എയർപോർട്ടിൽ അവരോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണ്, 2 വയസ്സായ കൊച്ചാണ്, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വി കാൺ ഡു എനിത്തിങ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പുറത്തിറങ്ങി എന്നോളൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ഡോളറും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും 3 ദിവസം അവിടെ ക്വാറൻറ്റൈൻ ഇരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അന്ന് ഈ ബോർഡർ ക്ലോസ് ചെയ്ത, അതായത് ഞങ്ങൾക്ക് പോകേണ്ട സ്റ്റേറ്റിൻ്റെ ബോർഡർ ക്ലോസ് ചെയ്താണ് ഉണ്ടായത് ഇഷ്യൂ. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, സിസ്റ്ററും ബ്രദറിൻലോയും അവിടെ മെഡിക്കൽ പ്രൊഫഷണൽസാണ്, അവർക്ക് അനുഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വരാൻ പറ്റി. അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ 3 ദിവസം സർവൈവ് ചെയ്തത്. അത് ഞാൻ പറയാം, എൻ്റെ കൊന്തയുടെ ബലത്തിൻ്റെ മാത്രം തന്നെയാണ് ഞാൻ പറയും. കാരണം അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എനിക്കവിടെ. അതുപോലെ തന്നെയാണ് ഞാൻ അതിനുശേഷം ഇങ്ങോട്ട് ഈ 2 കൊല്ലം വരെ ഞാൻ നിന്നതും എല്ലാം ഈ കൊന്തയുടെ ബലത്തിലാണ്. ഈ അമ്മയുടെയും ഞാൻ അമ്മയായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ സാധാരണ അമ്മ ഇതാണ് എൻ്റെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നാളെ എനിക്ക് നാളെ പ്രോജക്റ്റാണ്, എനിക്ക് നാളെ വർക്കുണ്ട്, ഞാൻ ഇത്രേ പറയാറുള്ളൂ. പക്ഷേ ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, എനിക്ക് ഇന്നത് ചെയ്തു തരണം, അല്ലെങ്കിൽ എൻ്റെ ഇന്നതാണ് പ്രശ്നം എന്നും പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവാതായപ്പോൾ ഞാൻ തന്നെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വഴിയാണ്, അമ്മ ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് അറിയാം എൻ്റെ കാര്യങ്ങൾ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവത്തിന് അറിയാം നമ്മൾ എന്ത് ചെയ്യാൻ പോകണു എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. നമ്മൾ അത് ചെയ്തു തരണം ഇത് ചെയ്തു തരണം എന്ന് പറയുന്നതിലുപരി ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് അമ്മേ അറിഞ്ഞോ അറിയാതെ ഞാൻ അമ്മയോടോ അപ്പയോടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഇന്നതാണ് സംഭവം, നിങ്ങളുടെ ഇഷ്ടം എന്താണ് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു തരത്തിലുള്ള എന്നാ പറയുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം, എനിക്ക് ഓൾമോസ്റ്റ് ഒരു സാധാരണ അരമണിക്കൂറും കൊണ്ട് സ്റ്റുഡൻറ്റ് വിസ കിട്ടിയവരുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നവർ. എനിക്ക് 1 വർഷം എടുത്തു സ്റ്റുഡൻറ്റ് വിസ കിട്ടാനായിട്ട്. അതിനിടയ്ക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴും എന്താ പറയുന്നത്, ഞാനൊരു ക്യാഷ് ഇൻ ഹാൻഡ് ജോബിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കാൻ നമുക്ക് ഈ 30 വയസ്സായിട്ടും സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു കിട്ടുന്നതും കൊണ്ടായിരുന്നു ആദ്യത്തെ ഒരു 1.5 വർഷം ഞാൻ ജീവിച്ചത്. അതിനുശേഷം എനിക്ക് ഫീസ് അടയ്ക്കണം, സെക്കൻഡ് ടൈമിൻ്റെയും. അത് ഒരു 4 മാസം കൂടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6.5 ലക്ഷം രൂപയോളം 6-7 ലക്ഷം രൂപയോളം വരും നമ്മുടെ ഇവിടുത്തെ. ഞാൻ ഇവിടെ ആദ്യം ഓൺലൈനിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ തൈലവും കൊന്തയും മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ ഒന്നും കൂടെ എടുത്തു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ 1 വർഷത്തിന് ശേഷം എനിക്ക് വിസ അപ്രൂവ് ചെയ്ത് കിട്ടി. അതുമാത്രമല്ല, സാധാരണ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി പേരെയൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ആ ലൊക്കാലിറ്റിയിലുണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സായിട്ടുള്ളവർക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന ഈ പറഞ്ഞ പോലെ ഫീസൊന്നും അടയ്ക്കലൊന്നും നടക്കത്തില്ല, നമ്മൾ എത്ര വർക്ക് ചെയ്ത് എത്ര ഇത് ചെയ്താലും. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഉടമ്പടിയുടെ ബലം, എൻ്റെ അമ്മയുടെ ബലം ഞാൻ പറയാം. എനിക്കത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് അവരെക്കാളും ഒക്കെ ഡബിൾ പേയ്മെൻ്റ് ഉള്ള ഒരു ജോബായിരുന്നു, പാർട്ട് ടൈം ജോബ് കിട്ടിയത്. അതെനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2 ടൈമിൻ്റെ മൊത്തം 4
കഴിഞ്ഞ 2 ടേമിൻ്റെയും ഫീസ് ഞാൻ തന്നെയാണ് അടച്ചത്. അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. ഇനി ആദ്യത്തെ ടേമിൻ്റെ മാത്രമേ കുറച്ച് പെൻഡിങ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ഓരോ ദിവസവും എന്ന് പറയുമ്പോൾ നമുക്കിവിടെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്നുള്ള രീതിക്കായിരുന്നു. അപ്പം ഞാൻ നമ്മൾ ഒന്നാമത് ഈ ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ കള്ളം കയറിയിട്ട് ആകപ്പാടെ എൻ്റെ കയ്യിൽ മിച്ചമായിട്ട് അവർ വെച്ചിട്ട് പോയെന്നല്ല, എൻ്റെ വണ്ടിയുടെ ഞാൻ പുറത്ത് പോയതായിരുന്നു. വണ്ടിയുടെ താക്കോലും എൻ്റെ ഒരു പഴയ ഫോണുണ്ടായിരുന്നു, അത് മാത്രമാണ് എൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്നത്. ബാക്കി ആ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ വാല്യുബിളായിട്ടുള്ളതും ആ വീട്ടിലുള്ള വാല്യുബിളായിട്ടുള്ള എല്ലാ സാധനവും അവർ തൂത്തുവാരി കൊണ്ടുപോയി. ചാക്കിലിട്ടാണ് അവർ കൊണ്ടുപോയതെന്നാണ് പലരും പറഞ്ഞത്. നമുക്കൊരു നിവർത്തി, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു, ഞാൻ 3rd സെം പഠിക്കുകയായിരുന്നു, എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു, അതെനിക്ക് സബ്മിറ്റ് ചെയ്യണം, എൻ്റെ ബാക്കിയുള്ള അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, ഇതെല്ലാം നടക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പോഴും എനിക്കൊരു ടെൻഷൻ തോന്നിയില്ല കേട്ടോ. ഞാൻ അപ്പോഴും ഉടമ്പടിയിലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്നും മുടങ്ങാതെ കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു. അന്ന് ഞാനിരുന്ന് കൊന്ത ചൊല്ലി ആ റൂമിലെല്ലാം വലിച്ചു വാരിയിട്ട് എല്ലാം നശിപ്പിച്ചേക്കുമായിരുന്നു. ഒരു ഡോറെല്ലാം ഫുള്ള് ഇടിച്ച് പൊളിച്ചാണ് അവർ ഉള്ളിൽ കയറിയത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അന്ന് ഞാൻ കൊന്ത ചൊല്ലി. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിൽ നിന്നൊരു ഈ പറഞ്ഞ പോലെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് അലൗഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അറിഞ്ഞത് 1 വീക്ക് ശേഷമൊക്കെയാണ്. അപ്പോൾ ഞാനത് ചുമ്മാ അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനുണ്ടായിരുന്നു, എൻ്റെ റൂമില്ല തൊട്ടടുത്ത റൂമിലുള്ള പുള്ളി അപ്ലൈ ചെയ്തു. ഞങ്ങൾ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പുള്ളി അപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യം പുള്ളിക്ക് ഒരു $200 $300 ഒരു വൗച്ചറാണ് കോളേജിൽ നിന്ന് അയച്ചു കൊടുത്തത്. അപ്പോൾ അതിന് മുകളിലോട്ട് ഫണ്ടൊന്നും അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാനും അത് വലിയ കാര്യമായിട്ട് അന്ന് എടുത്തില്ല. അതിനുശേഷം ഞാനൊരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും ഒരു ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് സർവൈവ് ചെയ്യാൻ വേറെ ഓപ്ഷനില്ല. കാരണം ജോലി ചെയ്തായാലും എൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ഞാനിതിനൊക്കെ ഇവിടുന്ന് ലാപ്പ് ഇവിടുന്ന് ഉണ്ടാക്കും. അതുപോലെ എപ്പോഴും നമുക്ക് ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലവും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കോളേജിലോട്ട് ചുമ്മാ ഒരു മെയിലങ്ങ് അയച്ചു. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നടന്നാൽ നടക്കട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഒരു മെയിൽ അയച്ചു. അടുത്ത ദിവസം അവരെന്നെ വിളിച്ചു. അവരൊരു ഓൾമോസ്റ്റ് 75% ഫണ്ട് അലൗഡ് ചെയ്ത് തരാം, ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. 1 വീക്കിനുള്ളിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി. അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റി. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂലൈയിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ജൂലൈയിൽ ഞാൻ ഇവിടെ വന്ന് പ്രസൻ്റ്ലി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് എനിക്കുണ്ടായത്, ഈ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായത്. അത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്രിയാറ്റിനെല്ലാം നോർമൽ. ഡോക്ടർ പറയുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് അവർക്കും അറിയില്ല അങ്ങനെ ഒരു വേരിയേഷൻ വരാനായിട്ട്. ഇന്നലെയും ഞാൻ ചെക്ക് ചെയ്തിരുന്നു, ക്രിയാറ്റിൻ പക്ക നോർമലാണ്. ഇനി അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ കുറച്ച് ഫുഡായിട്ടൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചൊല്ലിയ കൊന്തയുടെ ബലവും അമ്മയുടെയും എൻ്റെ ആ തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും അതിൻ്റെയൊക്കെ തന്നെ ബലമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. താങ്ക് യു. ഇത്രയേ ഉള്ളൂ എൻ്റെ സാക്ഷ്യം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുമ്പോഴും തനിക്ക് ബലം തന്നത് താനെടുത്ത ഉടമ്പടിയാണ്. ഓൺലൈൻ ഉടമ്പടി 2 പ്രാവശ്യം എടുത്തു എന്നാണ് പറയുക. പിന്നീട് ഇവിടെ വന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഒരു ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഈ മകൻ പിന്നീട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും ഒരു ജപമാല പോലും ചെല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് പിന്നീട് 4 ജപമാലയിലേക്ക് അത് മാറുന്നു. എപ്പോഴും എനിക്ക് ജപമാല മാത്രമാണ് ബലമായിട്ടുണ്ടായിരുന്നത്. തൻ്റെ രോഗസൗഖ്യവും പിന്നീട് തനിക്ക് ഓരോ കാര്യത്തിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും, അതായത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന അവസരത്തിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ അതുപോലെ തൻ്റെ ഭവനത്തിൽ ഒരു മോഷണം നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ്, അതിലും താൻ തകർന്നു പോകുന്നില്ല, അവിടെ ഇരുന്നും കൊന്ത പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മെ സ്വർഗവുമായി കൂട്ടിയിണക്കുന്ന ആയുധം തന്നെയാണ്. അതായത് നമുക്ക് പ്രതിരോധ ശക്തികളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് ഉടമ്പടി, ജപമാല, പ്രാർത്ഥന. അങ്ങനെ അമ്മയുടെ കൈപിടിച്ച് ഈ മകൻ
തിരുവചനം പറയുന്നത് പോലെ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ജീവിതത്തിൽ നമുക്കും എന്ത് സംഭവങ്ങൾ വന്നാലും നമ്മുടെ അമ്മയെ മുറുകെ പിടിക്കാം. നമുക്ക് ഈശോയിൽ നിന്ന് അങ്ങനെ കൃപകൾ നേടാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഫ്രാങ്ക്ലിൻ, ഞാൻ എറണാകുളം ജില്ലയിൽ കണ്ടക്കടവ് പുത്തൻതോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ 2023 ജൂലൈ 4-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഒക്ടോബർ 15-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച പ്രധാന കാര്യങ്ങളിലൊന്ന്, എനിക്ക് വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും, ആ അസുഖം കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു. എനിക്ക് ദിവസവും ബ്രോക്കാസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഗുളിക, ഡോക്ടർ തുമ്മൽ വിട്ടുമാറാതെ വന്നപ്പോൾ എനിക്ക് എഴുതി തന്ന ആ ഒരു ഗുളിക, അത് കഴിക്കാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ വെളുപ്പിന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആ ഗുളിക 6 രൂപ വിലയുള്ള ഒരു ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ദിവസവും ജോലിക്ക് പോകുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഗുളിക കഴിക്കുന്നത് പൂർണ്ണമായും നിർത്തി. എനിക്ക് ഒരു ദിവസം പോലും പിന്നെ ആ ഗുളിക കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ സാധാരണ പുറത്തിറങ്ങുമ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ അസുഖം കാരണം ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ നിർത്താതെ കുറേ അധികം സമയം തുമ്മും. പിന്നെ എൻ്റെ മൂക്കിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റിട്ടുകൊണ്ടിരിക്കും. ഒരു കൂട്ടത്തിൽ പോലും എനിക്ക് ഒരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റാത്ത വിധം ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്നതിനിടയിലും ഇതേപോലെ കൂടെ അടുത്തടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് എന്നെക്കൊണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഗുളിക കഴിക്കാതെ തന്നെ ആ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകി മാതാവ് എന്നെ കാത്തു രക്ഷിച്ചു. പിന്നെ ഞാൻ മത്സ്യബന്ധനത്തിന് കൊച്ചിയിൽ നിന്ന് പോകുന്ന അബിയ എന്ന് പറയുന്ന ഒരു വള്ളത്തിൽ, ഇൻബോർഡ് വള്ളത്തിലാണ് ഞാൻ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നത്. ഒക്ടോബർ 30-ാം തീയതി തിങ്കളാഴ്ച, 2023 ഒക്ടോബർ 30-ാം തീയതി തിങ്കളാഴ്ച എൻ്റെ വീടിൻ്റെ തൊട്ട അയൽവക്കത്ത് ഒരു മരണമുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാനന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടില്ലായിരുന്നു. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി മത്സ്യബന്ധനം നടത്താം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ട് മത്സ്യമൊന്നും കിട്ടാതെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വള്ളം ഒക്ടോബർ 30-ാം തീയതി വള്ളം പിടിച്ചത്. അന്ന് വള്ളത്തിൽ നിന്ന് വള്ളം പണി കഴിഞ്ഞ് പോരുമ്പോൾ വള്ളത്തിൽ ശ്രാങ്ക് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ്, ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇന്ന് മരണമായതുകൊണ്ടാണ് ഇന്ന് ലീവ് പറഞ്ഞതെന്നറിയാം. നാളെ നമ്മുടെ വള്ളം പണിക്ക് പോകണമെങ്കിൽ നമ്മുടെ വള്ളത്തിൻ്റെ കാരിയർ വള്ളം ഓടിക്കാൻ വേറെ ആരുമില്ല. കാരിയർ ഓടിക്കുന്ന ചേട്ടൻ നാളെ അയാളുടെ വീട് പണി തുടങ്ങുന്നത് കൊണ്ട് ലീവ് പറഞ്ഞിരിക്കുകയാണ്. വള്ളത്തിൽ കാരിയർ വള്ളം ഓടിക്കാൻ ഇനി ഫ്രാങ്ക്ലിൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വള്ളം പണിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നാളെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ മുടങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രികാല മത്സ്യബന്ധനമാണ് കൂടുതലുമായിട്ടും നടക്കുന്നത്. അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് തോട്ടപ്പള്ളിയിൽ എത്തിയതിന് ശേഷം വേണം നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ. അതുകൊണ്ട് രാത്രി ഒക്ടോബർ 30-ാം തീയതി രാത്രി തന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് വണ്ടി വിട്ട് പോരണം. അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ 30-ാം തീയതി രാത്രി 10 മണിക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതനുസരിച്ച് അന്ന് 9:30 കഴിഞ്ഞപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടി കാത്ത് നിന്ന് വണ്ടി വന്നപ്പോൾ വണ്ടിയിൽ സീറ്റൊന്നും ഇല്ലായിരുന്നു. വണ്ടി നിറച്ച ആളായിരുന്നു. ഞാനങ്ങനെ വണ്ടിയിൽ കയറി ഇവിടെ തോട്ടപ്പള്ളി വരുന്നവരെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്നത്. 2 മണി വെളുപ്പിന് വള്ളം കടലിലേക്ക് പോയി. വള്ളം കടലിൽ ചെന്ന് ഒരു അരമണിക്കൂറിലധികം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ കണ്ട് വല ഇറക്കി. മത്സ്യബന്ധനത്തിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് വല കയറി ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ മീൻ വളരെ കുറവായതുകൊണ്ട് കൊച്ചിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനം വന്ന്. അങ്ങനെ അന്ന് കാരിയർ വള്ളത്തിൽ ആയിരുന്ന ഞാൻ, കാരിയർ വള്ളം എന്നെ കൂടാതെ വള്ളത്തിൽ 4 പേര് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും ഈ വള്ളം ഓടുന്ന സമയത്ത് വലവള്ളത്തിൻ്റെ പുറകിൽ കാരിയർ വള്ളം കെട്ടിയിടുകയാണ് പതിവ്. അങ്ങനെ കാരിയർ വള്ളം കെട്ടിയിട്ടുണ്ട്. തോട്ടപ്പള്ളിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വള്ളം പോയപ്പോൾ ഈ രാത്രി മുഴുക്കെ ഉറക്കം നിന്ന ക്ഷീണം കൊണ്ട് ഞങ്ങൾ 5 പേരും കിടന്നുറക്കമായി. കുറേ ദൂരം
കൊച്ചിയിലേക്ക് പോയത് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വള്ളം സ്ലോ ചെയ്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വള്ളം കൊച്ചിയിലേക്ക് ഓടുന്നത്. കുറേ ദൂരം ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ആ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വള്ളം ഓടിച്ച് ഞങ്ങൾ വള്ളം കൊച്ചിയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അധികം ദൂരം ചെന്ന് കഴിഞ്ഞ് കൊച്ചിയിലേക്ക് എത്താനായിട്ട് കഷ്ടിച്ചൊരു 20 മിനിറ്റ് കൂടി വള്ളം ഓടിയാൽ മതി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. ഞാൻ എഴുന്നേറ്റ് വള്ളത്തിൻ്റെ പുറകുവശത്തേക്ക് മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ അബദ്ധത്തിൽ എൻ്റെ കാല് തന്നെ ഞാൻ കടലിലേക്ക് തെറിച്ച് വീണു. അപ്പോൾ എൻ്റെ കൂടെ വള്ളത്തിലുണ്ടായിരുന്ന കേരള വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേര് നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വീണതൊന്നും അവരറിഞ്ഞില്ല. കടലിൽ വീണ ഞാൻ ആദ്യം ഒന്ന് മുങ്ങിപ്പോയിട്ട് ഞാൻ പൊങ്ങി വരുമ്പോഴേക്കും വള്ളം കുറേ ദൂരെ എത്തിയിരുന്നു ഓടി. അപ്പോൾ ഞാൻ വാവിട്ട് നിലവിളിച്ചെങ്കിലും വള്ളത്തിലുള്ള ആളുകൾ ആരും അറിഞ്ഞില്ല. എൻ്റെ കരച്ചിലൊന്നും ആരും കേട്ടില്ല. അങ്ങനെ ഞാൻ കുറേ ദൂരം ഞാൻ നീന്തി കഴിഞ്ഞപ്പോൾ എൻ്റെ തുടയുടെ മസിൽ കയറി പിടിച്ചിട്ട് എനിക്ക് പിന്നെ നീന്താൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ വള്ളം കരയിൽ നിന്ന് ഒരുപാട് പടിഞ്ഞാറ് ഞങ്ങളുടെ ആ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു 5 താഴ്ച, ആ 5 താഴ്ചയിൽ എന്ന് പറയുന്ന അവിടെ നിന്നും പെട്ടെന്നൊന്നും ഒരു മനുഷ്യന് എത്ര നീന്തലറിയാവുന്ന ഒരാൾക്കാണെങ്കിലും നീന്തി കര വരാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു കാരണവശാലും കരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ ചുറ്റിനും നോക്കിയിട്ട് കടലിലടുത്തങ്ങ് ഒരു വള്ളക്കാർ പോലും ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് രക്ഷയ്ക്ക് വേറെ ആശ്രയമൊന്നുമില്ല. എനിക്ക് നീന്താൻ പറ്റാത്ത ഒരവസ്ഥ, കയ്യും കാലും കുഴഞ്ഞ്. ഞാനങ്ങനെ നീന്തലറിയാവുന്നവർക്ക് അവസാനം കുറച്ച് സമയമെങ്കിലും വെള്ളത്തിൽ മലർന്ന് കിടക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അങ്ങനെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ മലർന്ന് കിടന്ന് മാതാവിനെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കടലിൽ മലർന്ന് കിടക്കുകയാണ്. കുറേ സമയം കിടന്നു കഴിഞ്ഞപ്പോൾ കടലിലെ തണുപ്പ് എൻ്റെ ശരീരത്തിനെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ ശരീരം മൊത്തം മരവിച്ച് കൈയും കാലും എല്ലാം മരവിച്ച് കഴിഞ്ഞ് ഞാൻ എങ്ങനെയും മുങ്ങി ചാവുമെന്ന് ഉറപ്പായി. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ എനിക്ക് ഭാര്യയും ഒരു മോനും മാത്രമേ ഉള്ളൂ. എനിക്കൊരുപാട് കടങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് മോനോ ആരുമില്ല, അവരെ കാത്തോളുടെ മാതാവ് എന്നും പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച്. പിന്നെ എപ്പോഴും എൻ്റെ ബോധം മറഞ്ഞുപോയി. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ വള്ളത്തിൽ 60ഓളം തൊഴിലാളികൾ ഞങ്ങളുണ്ട്. വലവള്ളത്തിലുള്ള ആളുകളെ കേരള ആളുകളും എല്ലാവരും കൂടി 60ഓളം തൊഴിലാളികളുണ്ട്. ഈ വള്ളത്തിലുള്ള തൊഴിലാളികളെല്ലാം വാവിട്ട് നിലവിളിക്കണ്. എൻ്റെ കൈയും കാലുമൊക്കെ 4 പേരുടെ കയ്യിൽ അവർ തിരുമ്മി ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ വയറും നെഞ്ചുമൊക്കെ അവർ അമർത്തണ്. ഒരാളെൻ്റെ വായിൽ കൂടി കൃത്രിമ ശ്വാസം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എനിക്ക് ബോധം കിട്ടണത്. അപ്പോൾ ബോധം കിട്ടണമെങ്കിലും എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണ് തുറയില്ല. എൻ്റെ നെഞ്ചും വയറുമൊക്കെ ഗ്യാസ് തിങ്ങി ഇങ്ങനെ വീർത്തിരിക്കണേ. ഞാൻ 2 പ്രാവശ്യം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കരയിൽ ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് പോലീസ് ജീപ്പിന് കയറ്റി ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ എനിക്ക് ഫസ്റ്റ് എയ്ഡ് തന്നതിന് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസിന് എന്നെ കൊണ്ടുപോയി. അവിടെ ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഓർമ്മ വീണപ്പോൾ ആംബുലൻസിൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വള്ളത്തിലുള്ള സ്രാങ്കും വേറെ 2 തൊഴിലാളികളും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴും അവരെൻ്റെ കൈയും കാലും ഒക്കെ തിരുമ്മി ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഓർമ്മ വീണപ്പോൾ ഞാൻ സ്രാങ്കിനോട് ചോദിച്ച്, സ്രാങ്കെ, നിങ്ങൾക്ക് കടലിൽ എന്നെ എവിടുന്നാണ് കിട്ടിയത്? എൻ്റെ ഓർമ്മ പോകുന്നത് വരെ കടലിൽ ഒരാളും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്രാങ്ക് പറഞ്ഞ്, വള്ളം ഓടി കുറേ ദൂരം ചെന്നതിന് ശേഷമാണ് കൂടെ ഉറങ്ങിയിരുന്ന ഒരാൾ ഉണർച്ച വീണ് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റാണ്. അപ്പോൾ കൂടെ കിടന്നിരുന്ന 5 പേരിൽ ഒരാളെ കാണാനില്ലെന്ന് കണ്ട് അവർ ബാക്കി 4 പേരും കൂടി വാവിട്ട് നിലവിളിച്ച് ഉറക്കെ ഒച്ച വെച്ച് നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ വലവള്ളത്തിലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ വള്ളം സ്ലോ ആക്കിയിട്ട് കാര്യം തിരക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞു. വള്ളത്തിൽ ആരും ഫ്രാങ്ക്ലിൻ ചേട്ടനെ നോക്കിയിട്ട് കാണാനില്ല, കടലിൽ വീണു പോയെന്നാണ് തോന്നുന്നത്. എവിടെ വെച്ചാണ് വീണു പോയതെന്ന് അറിയില്ല, ഞങ്ങളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ സ്രാങ്ക് പറഞ്ഞ്, ഈ ആളില്ലാതെ എനിക്ക് കരച്ചെല്ലാൻ പറ്റില്ല. ഈ ആളെ നഷ്ടപ്പെട്ടിട്ടാണ് കരച്ചെല്ലുന്നതെങ്കിൽ ഈ ആളുടെ ബന്ധുക്കളെല്ലാം കൂടി വന്ന് എന്നെ തല്ലിക്കൊന്നുകളെ. പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യൽ, എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യും. പിന്നെ ഈ വള്ളം നിയമപരമായ എല്ലാ കുരുക്കുകളും കഴിഞ്ഞിട്ട് പിന്നെ 1 മാസമെങ്കിലും കഴിയാതെ വള്ളം പിന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയും കാലും വിറച്ച്. അങ്ങനെ വള്ളത്തിലാണെങ്കിൽ ആളെ നഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് കൂട്ടം നിലവിളിയാണ്. അങ്ങനെ ഈ ആളെ തിരഞ്ഞ് 2ാമത് വന്ന വഴി തിരഞ്ഞു പോകണമെങ്കിൽ എവിടെയാണ് ആൾ
പോയതെന്ന്, കടലിൽ വീണ് പോയതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആളെ കണ്ടെത്തണമെങ്കിൽ വള്ളം തിരിച്ചോടിക്കാനായിട്ട് വള്ളത്തിൽ ഡീസൽ കുറവാണ്. അപ്പോൾ വയർലെസ്സിലാണ് വള്ളക്കാർ അങ്ങും മറ്റുള്ള വള്ളക്കാരെ വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. അങ്ങനെ മറ്റുള്ള വള്ളക്കാരുടെ സഹായം, ആളെ തിരയുന്നതിന് മറ്റുള്ള വള്ളക്കാരുടെ സഹായം ചോദിച്ചും ഞങ്ങൾക്ക് വള്ളം ഈ ആളെ തിരഞ്ഞു പോകണമെങ്കിൽ കുറച്ച് ഡീസൽ തന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് ബിൻസിമോളെന്ന് പേരുള്ള ഒരു വള്ളത്തിന് വിളിച്ച് ആ വള്ളം കൊണ്ടുവന്ന് ഞങ്ങളുടെ വള്ളത്തിന് 50 ലിറ്റർ ഡീസൽ, തിരച്ചിലിന് വേണ്ടിയിട്ട് 50 ലിറ്റർ ഡീസൽ കൊടുത്ത് സഹായിച്ച്, കൂടെ ആളെ തിരയാൻ വേണ്ടി ആ വള്ളവും കൂടി. എന്നിട്ട് വീണ്ടും നഷ്ടപ്പെട്ടു പോയ എന്നെ തിരഞ്ഞവർ വീണ്ടും കടലിൽ തിരിച്ചോടി വരുമ്പോൾ കുറച്ച് ദൂരം ഒരു 10 മിനിറ്റ് ഓടിയുള്ളെന്ന് പറയണം. അപ്പോൾ ഈ കടലിൽ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഇപ്പോൾ കടലിലും കായലിലുമൊക്കെ പായൽ ഇങ്ങനെ പൊങ്ങി നടക്കുന്ന പായലൊക്കെ ഉള്ള സമയം കൂടിയാണ്. അപ്പോൾ വള്ളം ഓടി വരുമ്പോൾ 2 ചെറിയ കെട്ട് പായൽ കടലിൽ കിടക്കുന്നതിൻ്റെ അടുത്ത് വള്ളം ഓടി വരുമ്പോൾ ഞാൻ അന്ന് പണിക്കിട്ടിരുന്ന ഒരു റോസ് കളർ ഷർട്ടാണ്. അപ്പോൾ ഈ വള്ളത്തിൽ നഷ്ടപ്പെട്ട ആളെ തിരയാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം വള്ളത്തിൻ്റെ മുൻവശം എല്ലാവരും നോക്കി നിൽക്കുകയും, അപ്പോൾ ഈ വള്ളത്തിലുള്ള ആളുകൾ ഈ വള്ളം ശരിക്കും ഞാൻ വെള്ളത്തിൽ കിടന്ന ആ നേരെയാണ് ഓടി വരുന്നത്. ഓടി വന്ന് എൻ്റെ അടുത്ത് വള്ളം എൻ്റെ മുട്ടിയില്ലെന്നുള്ള രീതിയിൽ എൻ്റെ നേരെ ഓടി വരുമ്പോൾ ഈ എൻ്റെ ഷർട്ടിൻ്റെ കളറാണ്, എനിക്ക് നെറുകയിൽ കഷണ്ടിയായി മുടിയില്ലാത്തത് കൊണ്ട് അകലക്ക് എന്നെ കാണാൻ പറ്റില്ല. പിന്നെ എൻ്റെ ബോഡി വെള്ളത്തിന് മുകളിലല്ല, ഞാൻ നേരെ കീഴ്പോട്ട് ആരോ എന്നെ താങ്ങി നിർത്തിയ അവസ്ഥയിൽ നേരെ കീഴ്പോട്ട്, എൻ്റെ മൂക്കിന് മുകളിൽ മാത്രമേ ഈ കടലിൽ മുകളിലുള്ളൂ. താഴെ ആരോ താങ്ങി പിടിച്ച് നിർത്തിയ അവസ്ഥയിൽ ഒരാൾക്ക് കടലിൽ പോയി ജോലി ചെയ്ത് ശീലമുള്ള കടലിൽ പോകുന്നവർക്കറിയാം, നീന്തി നിൽക്കാമെന്നല്ലാതെ കടലിൽ വെറുതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയിൽ കൈയും കാലും തളർന്ന് മരവിച്ച ഒരാൾ കൈയും കാലും ഒന്നും അനക്കാതെ കടലിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ മൂക്കിന് മുകളിൽ മാത്രം വെള്ളത്തിന് മുകളിലുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഷർട്ടിൻ്റെ കളറ് കണ്ടിട്ടാണ് ആളുകൾ ഇത് നമ്മുടെ ആളാണ് കടലിൽ കിടക്കുന്നത്, മുങ്ങി താഴാൻ പോയാണ്, സാങ്കേ വള്ളം സ്ലോ ചെയ്യുമെന്നും പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ വള്ളം സ്ലോ ചെയ്ത് പിന്നെ വള്ളത്തിലുള്ള ആളുകളെല്ലാം കൂടി കടലിലേക്ക് എടുത്ത് ചാടി എന്നെ പിടിച്ച് ഒരു തെർമോക്കോളിൻ്റെ പൊന്തിലാദ്യം പിടിച്ച് കയറ്റിയിട്ട് അവിടെ നിന്ന് തന്നെ വള്ളത്തിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ ശരീരം മൊത്തം ഐസ് പോലെ മരവിച്ചിരിക്കുകയാണ്, അബോധാവസ്ഥയിലാണ്. ഈ അബോധാവസ്ഥയിലായ ഒരാൾ, ശരീരം മൊത്തം മരവിച്ച ഒരാൾ ഈ കടലിൽ എങ്ങനെ കീഴ്പോട്ട് പോകാതെ നിന്നെന്നുള്ളത് ഭയങ്കര ഒരു അതിശയമാണ്, ഒരു ദൈവികമായ ഒരു ഇടപെടലാണ് അത് നടന്നതെന്ന് വള്ളത്തിലുള്ള 60ഓളം തൊഴിലാളികളും നേരിൽ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ എനിക്ക് ബോധം വന്ന് ഓർമ്മ വന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ 2ാം ജന്മമാണിത്, ഫ്രാങ്ക്ലിൻ ചേട്ടന് ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ദൈവം തന്നെയാണെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എൻ്റെ പരിശുദ്ധ അമ്മയാണ്, കൃപാസന മാതാവാണ് എന്നെ രക്ഷിച്ചത്, എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഞാൻ എൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒബ്സർവേഷനിൽ ഒരു ദിവസമെങ്കിലും കിടക്കാതെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിലെൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, എൻ്റെ മോൻ മൂന്നാറ് ഒരു റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിട്ട് ഇപ്പോൾ ജോലി ചെയ്യാണ്. അപ്പോൾ എൻ്റെ മോനില്ല, എൻ്റെ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ. എനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയ വിവരം വീട്ടുകാർക്ക് എൻ്റെ ഭാര്യ ചിലപ്പോൾ അറിഞ്ഞു കാണിയില്ല. ഇനി അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് വേറെ അസുഖമൊന്നും ഇല്ലല്ലോ, എനിക്ക് പോകണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്വന്തം റിസ്കിൽ എഴുതി തന്നാൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കങ്ങനെ വിടാൻ പറ്റില്ല, ഒരു ദിവസമെങ്കിലും ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ റിസ്കിൽ എഴുതി കൊടുത്താണ് ഡിസ്ചാർജായി. കഴിഞ്ഞ ചൊവ്വാഴ്ച നവംബർ 1-ാം തീയതി ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി പോന്നു കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 31-ാം തീയതി ഞാൻ ഡിസ്ചാർജായി പോന്ന്. നവംബർ 1-ാം തീയതി കൊച്ചി എഡീഷൻ മലയാള മനോരമ പേപ്പറിലൊക്കെ ഈ വാർത്ത, കടലിൽ നിന്ന് അത്ഭുതകരമായിട്ട് എന്നെ 3/4 മണിക്കൂറിന് ശേഷമുള്ള തിരച്ചിലിൽ എന്നെ രക്ഷപ്പെടുത്തിയ വാർത്തയും പിന്നെ ടി വിയിൽ ന്യൂസും എല്ലാം ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് മാതാവ് തന്ന ഈ ഒരു രണ്ടാം ജന്മം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ ഈ നടയിൽ വന്ന് ഈ അത്ഭുത സാക്ഷ്യം എനിക്കിവിടെ എല്ലാവരുടെയും മുമ്പിൽ പറയണം. എനിക്ക് രണ്ടാം ജന്മം തന്ന് എൻ്റെ കുടുംബത്തെ വീണ്ടെടുത്ത പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനമാണ്. കടലിൻ്റെ നടുവിലും താന്നു പോകാതെ ഉയർത്തിപ്പിടിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഈ ഫ്രാങ്ക്ലിൻ എന്ന ഈ മകൻ ഇവിടെ വന്ന് നിന്ന് തൻ്റെ രണ്ടാം ജന്മമാണ് എന്ന് പറഞ്ഞ് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത്. അതായത് ബോധമില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ശരീരം മുഴുവൻ മരിച്ച് മരവിച്ചു. അങ്ങനെ തന്നെ പറയുന്നതാകും ശരി, ആണോ? അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മകന് താന്നു പോകാതെ കടലിൽ എങ്ങനെ പൊങ്ങി നിൽക്കാൻ കഴിഞ്ഞു? അതും മൂക്കിൻ്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ അത്ര മാത്രമേ കാണുന്നുള്ളൂ. ആ മകനെ കണ്ടു കിട്ടുന്നതിനൊന്നും യാതൊരു സാധ്യതയുമില്ല. എന്നാൽ എവിടെയാണോ ഈ മകൻ അങ്ങനെ നിന്നത് ആ സ്ഥലത്തേക്കാണ് ബോട്ട് ഓടിച്ചു വരുന്നതും പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ കടലിൻ്റെ നടുവിലും നാം എവിടെയാണോ ICUവിലോ അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥയിലാണോ അവിടെയൊക്കെ വരുന്നത് നമ്മുടെ അമ്മ തന്നെയാണ്, സ്വർഗീയ അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണെന്നും യാത്ര പോരുന്ന അമ്മയാണെന്നും ശുശ്രൂഷിക്കുന്ന അമ്മയാണെന്നുമൊക്കെ ബൈബിള് തന്നെയാണ് നമ്മോട് പറയുന്നത്. ഈ മകന് കിട്ടിയ രോഗസൗഖ്യവുമൊക്കെ എന്താണെന്ന് നാം അതിനു മുമ്പ് അത് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് തനിക്ക് കിട്ടിയ അത്ഭുതകരമായ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഈ ഒരു അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചത്. നമുക്ക് ഈ കുടുംബത്തെ രക്ഷിച്ച ഈ മകനെ താങ്ങായി തണലായി കൂടെ നിന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് ഈശോയ്ക്ക് നിറഞ്ഞ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.